ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാഗതം. അപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നറിയാം. പ്രത്യേകിച്ചും ടെൻത്ത് പ്രിലിംസ് എക്സാമിൻ്റെ 4ാം സ്റ്റേജ് ഈ അടുത്ത് നടന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചോ. ബയോളജി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു, റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. റെഡി, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു സൈലം PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് വേഗം നോക്കാം അല്ലേ. ഇതാണ് ബയോളജിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചോദിച്ച രീതി കാണുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നാണ് അല്ലേ. കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതേ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കാം. അതിന് ഒരു സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പഠിച്ചു വെച്ച ആൾക്കാർക്ക് നമ്മൾ ശരീര തുലന നിലയെ ബാധിക്കും അല്ലെ, പേശി പ്രവർത്തനങ്ങളെ ബാധിക്കും. അങ്ങനെയൊക്കെയാണ് സെറിബെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇവിടെ ഉണ്ടോ എന്നങ്ങ് ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഇവിടെ ഏതാ, അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ബാലൻസിനൊക്കെ പ്രശ്നം വരും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സെറിബെല്ലം എന്ന് പറയുമ്പം അതെന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ഈ തന്നേലിന് ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകുന്നു എന്നാ പറഞ്ഞത്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിക്കും ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? സെറിബെല്ലം അല്ല, സെറിബ്രമാണ്. ഐച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആക്ഷൻ ആണ്. നമ്മളെ നിയന്ത്രണത്തിലുള്ള, നമ്മളെ കൺട്രോളിലുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ ഐച്ഛിക ചലനം എന്ന് പറയാം. അത് സെറിബ്രാണ് ചെയ്യുന്നത്, സെറിബെല്ലം അല്ല. ശരീര തുലന നില പാലിക്കുന്നതിന് തടസ്സമുണ്ടാവുന്നു, അതാണ് പ്രശ്നം. ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. അപ്പൊ ശരീര തുലന നില, അതേപോലെ തന്നെ പേശി പ്രവർത്തനം, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? നമ്മൾ സെറിബെല്ലമാണ് വരിക. പേശി പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുക, ശരീര തുലന നില സെറിബെല്ലത്തിന്റെ ആൻസർ ആണ്. അതേപോലെ നെക്സ്റ്റ് എന്താ? ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു. ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ചലനമാണ്? അത് എങ്ങനെയുള്ളതാണ്? അനൈശ്ചിക ചലനത്തിന് എക്സാമ്പിൾ ആണ്. അനൈശ്ചിക പ്രവർത്തനമാണ് അതല്ലേ, അനൈശ്ചികമാണ്. ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം എന്നൊക്കെ പറഞ്ഞാൽ അതാരാ കൺട്രോൾ ചെയ്യുന്നേ? അത് അതേപോലെ ഒരു ഇടിവെട്ട് പേരുള്ള മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ പ്രവർത്തനമാണ്. ഓക്കെ, മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് ചെയ്യുന്നത്. അപ്പൊ അതും അവിടെ വരുന്നില്ല. ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നൊക്കെ പറഞ്ഞാൽ ചിന്ത, അതേപോലെ ഓർമ്മ, ബുദ്ധി അല്ലെ, ഭാവന. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ ഓർമ്മിച്ച് വെക്കാറില്ലേ? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന, ചിമ്പൂമ്പ എന്നൊക്കെ ആലോചിച്ച് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ തൽക്കാലം ഓർത്ത് വെക്കുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇത് സെറിബ്രമാണ്. ഇതും സെറിബ്രമാണ് ചെയ്യുന്നത്, സെറിബെല്ലം അല്ല. അപ്പൊ എന്തായാലും ഇവിടെ ആൻസർ കിട്ടി. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്താൽ മതി. സെറിബെല്ലായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും 1-2 പോയിന്റ് കൂടെ ഒന്ന് വെറുതെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓർമ്മിച്ച് പോവുകയാണെങ്കിൽ, സെറിബെല്ലം എന്ന് പറയുമ്പം ഇതിന്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ 1ാം സ്ഥാനം സെറിബ്രമാണ്. ഓക്കെ, അപ്പം ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ആരാ? സെറിബ്രമാണ്. അപ്പൊ വലുപ്പത്തിൽ 2ാം സ്ഥാനം, സെക്കൻഡ് പ്ലേസ് ആണ് ആർക്ക്? സെറിബെല്ലത്തിൽ. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. അതേപോലെ ഇതിനെയാണ് നമ്മൾ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് സെറിബെല്ലത്തിനെയാണ്. ഓർമ്മിച്ചു വെക്കുക. റെഡി, ക്ലിയർ? എന്തായാലും നമ്മൾ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചിത്രം ഒരുപാട് വീഡിയോസിൽ നമ്മൾ തന്നെ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. എന്നാലും ഒന്ന് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ സെറിബ്രം അല്ലെ. സെറിബ്രം ഏറ്റവും വലിയ ഭാഗമാണ്. ഓക്കെ, ആ ഭാഗം ഓർമ്മിച്ചു വെക്കുക. കണ്ടോ, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ആരാണ്? സെറിബ്രമാണ്. അതാണ് ഓപ്ഷനിൽ 4ാമത്തെ ഓപ്ഷനിൽ കിടന്നത്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, സെറിബ്രമാണ്. ഇതൊക്കെ പഠിച്ചാലാണ് നമ്മൾ ഒരു ഓപ്ഷൻ ഒഴിവാക്കി ആൻസറിലേക്ക് എത്തണമെങ്കിൽ കാര്യം അറിയണം അല്ലെ. അപ്പൊ എല്ലാം പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യം? കണ്ണ്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറയുന്ന നമ്മളെ പഞ്ചേന്ദ്രിയത്തിന്റെ ഒക്കെ നിയന്ത്രണം ആരുടെ കയ്യിലാ? സെറിബ്രത്തിന്റെ കയ്യിലാണ്. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തതാ സെറിബെല്ലം. ഇതാണ് എക്സാമിന് ചോദിച്ചത്. മസ്തിഷ്കത്തിന്റെ 2ാമത്തെ വലിയ ഭാഗം എന്ന് വെച്ചാൽ വലുപ്പത്തിൽ സെക്കൻഡ് പൊസിഷൻ ആണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി 2 ദളങ്ങളായി കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ചിത്രത്തിൽ എവിടെയാണ് സ്ഥാനം? ഇതാണ് നമ്മൾ സെറിബെല്ലത്തിന്റെ സ്ഥാനം. ഓക്കെ, അപ്പം ഇവിടെ ഏതാണ്? നെക്സ്റ്റ് ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. കണ്ടില്ലേ? അപ്പൊ ശരീര തുലന നിലനെ നിയന്ത്രിക്കുന്ന ആളാണ് ഏത്? സെറിബെല്ലം. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം ഏതാ? ഇതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ.
ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ ഹൃദയസ്പന്ദനം കണ്ടതാണ്. ഹൃദയസ്പന്ദനമാണ്, ഹാർട്ട് ബീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി. വേറെയുണ്ട്, തലാമസിനെ പറ്റിയൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. തലാമസ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഏതാണ് അല്ലെ, ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗത്തിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് എന്ത്, തലാമസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വേദന സംഹാരി പ്രവർത്തിക്കുന്ന ഭാഗം, മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാ, സെറിബല്ലമാണ്. മദ്യം ബാധിക്കുന്ന സെറിബല്ലമാണ്. വേദന സംഹാരി ബാധിക്കുന്നത് തലാമസിനെയാണ്. അതേപോലെ ഹൈപ്പോ തലാമസ് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നതാണ്, തലാമസിന്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഹൈപ്പോ തലാമസ് എന്ന് പറയാ. അതെന്താ, തൊട്ട് താഴെയാണ്, തലാമസിന്റെ താഴെയാണ് ആന്തര സമസ്ഥിതി പരിപാലനം, ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെയാണ് അയാളെ പറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പം വലുപ്പത്തിൽ സെക്കൻഡ് പൊസിഷൻ ആണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് പറയുന്നു. മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്, സെറിബൽ. അപ്പൊ മദ്യപിച്ച ആൾക്കാരും ശരീര തുലന നിലയൊക്കെ പോയി ബോഡി ബാലൻസ് പോയിട്ട് ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കുന്ന കണ്ടിട്ടില്ലേ അല്ലെ? അപ്പൊ അതങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിൽ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ. ഇങ്ങനെയാ കൊടുത്തത്. ഇതേ കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് ഇതേപോലെ മുൻപേ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ കണ്ടന്റ് വീഡിയോസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എട്ടാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർഗീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും പേര് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജൈവ വൈവിധ്യം ശരിയായ ജോഡിയാണ്. ഇപ്പൊ ബാക്കിയുള്ളതൊന്നും അറിയാത്ത ഒരാൾക്കും പരിസ്ഥിതി ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വൈവിധ്യമാർന്ന കുറെ റോസ് പൂക്കളെ ആലോചിച്ചാൽ മതി. പറയും എപ്പോഴും ഒരു ഗാർഡനിൽ നിറയെ വൈവിധ്യമാർന്ന റോസ് പൂക്കൾ. അത് അപ്പൊ എങ്ങനെ കിട്ടും, റോസ് എന്ന് കിട്ടാനാണ് വാൾട്ടർ ജി റോസൻ ആണ്. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വേർഡിന്റെ ഇംഗ്ലീഷ് ആണെന്ന് ബയോഡൈവേഴ്സിറ്റി എന്നാണ് പറയാം. റെഡിയാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ എന്നാ പറഞ്ഞത്, അത് തെറ്റാണ് അല്ലെ? അപ്പൊ ആരാന്ന് പറയണ്ടേ, ജീവശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ ശരി ഉത്തരാരാ, അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാന്ന് പറയുന്നു. തെറ്റാണ് അല്ലെ? അതാണ് ഏത്, ജോൺ റേ ആണ്. തൊട്ട മുകളിൽ പറഞ്ഞ് നമ്മളെ ജോൺ റേ ആണ് ആ ഒരു കാര്യം ചെയ്തത്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ എന്നാ കൊടുത്തത്. തെറ്റാണ്. ആരാണ്, ലിനേയസ് ആണ്. കരോളസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് എന്ന് പറയുന്ന ലിനേയസ് ആണ് പിതാവ്. ചരകൻ എന്തിന്റെയോ പിതാവാണല്ലോ. എന്തിനെയാണ്, ആയുർവേദം. ഓക്കെ, ആയുർവേദത്തിന്റെ പിതാവാര എന്ന് ചോദിച്ചാൽ ചരകനെ നമുക്ക് ആൻസർ പറയാം. ഓക്കെ, ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അതേപോലെ ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജി ചോദിച്ചാൽ അതിന്റെയും പിതാവ് ആര് തന്നെയാണ്, അരിസ്റ്റോട്ടിൽ തന്നെയാണ് കേട്ടോ. അരിസ്റ്റോട്ടിൽ തന്നെയാണ് പിതാവ്. റെഡി, ക്ലിയർ. എട്ടാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ഉള്ളതാണ്. റിലേറ്റഡ് വീഡിയോ നമ്മൾ മുൻപേ ഇതേപോലെ കണ്ടന്റ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞതാണ്. എട്ടാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിലുള്ള ഒരു ഭാഗമാണ് ടാക്സോണമി, വർഗീകരണമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇത് കൊടുത്തത്. അടുത്ത അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓൾറെഡി വീഡിയോ ചെയ്തതായിരിക്കും, കണ്ട ആൾക്കാരുണ്ടാവും അല്ലെ? പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വേർഡ് എടുത്ത് പറഞ്ഞിട്ട്, ഇത് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അപ്ഡേറ്റഡ് വേർഡ് ആണ്. ഓൾറെഡി വേർഡ് ഉള്ളതാണെങ്കിൽ പഴയ ടെക്സ്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും പുതിയതിൽ പറയുന്നതാണ് ഏതാ. ഇവിടെ എന്തായാലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാം. ഇതിവിടെ പ്ലൂറൽ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. മയലിനുറ, മയലിൻ ഷീത്ത് എന്നൊക്കെ പറയുമ്പോൾ നാഡീകോശമായിട്ട് ബന്ധപ്പെട്ട വാക്കാണല്ലോ. നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ പഠിക്കുമ്പോൾ ന്യൂറോണിന്റെ ആക്സോണിന്റെ മുകളിലുള്ള കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച പാളി എന്നൊക്കെ പറഞ്ഞ് മയലിനുറ പഠിക്കും. അവിടെയും വരില്ല. പെരികാർഡിയോ നമുക്കറിയാം, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഓസ്റ്റിയോ ആണ് വരിക. പെരിയോസ്റ്റിയം എന്നതാണ് ആൻസർ. അല്ലെങ്കിൽ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഓസ്റ്റിയോളജി അല്ലെ? ഓസ്റ്റിയോളജി എന്നുള്ള വാക്ക് കേട്ടാൽ അറിയാം എന്താണ്, അസ്ഥിനെ കുറിച്ചുള്ള പഠനം. അസ്ഥിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോളജി. അപ്പോൾ എന്തായാലും ഓസ്റ്റിയോ എന്നൊക്കെ പറയുന്ന വേർഡ് വരുമ്പോൾ കണക്ട് ചെയ്യാം. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, പുതിയ ടെക്സ്റ്റിൽ അതാ അസ്ഥിയുടെ ഘടന പറയുന്നുണ്ട് അല്ലെ? അസ്ഥിയുടെ ഘടന ഇവിടെ കാണാം. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. മനുഷ്യ ശരീരഭാരത്തിന്റെ 18% വരും. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ്. കണ്ടല്ലോ, പുതിയ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. എന്നാലും കണ്ട ആൾക്കാരുണ്ട്, അല്ലാത്തവർ ശ്രദ്ധിക്കുക. ഓരോ അസ്ഥിനെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് പെരി എന്ന് വെച്ചാൽ പുറത്തുകൂടെ എന്നാണ് അർത്ഥം. പെരികാർഡിയം എന്ന് പറയുമ്പോൾ കാർഡിയത്തിനെ അല്ലെ, ഹൃദയത്തിനെ പൊതിയുന്നതാണ്. അങ്ങനെയല്ലേ അല്ലെ? അപ്പൊ അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. പെരിയോസ്റ്റിയോ എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോ എന്നുള്ള വാക്കിനർത്ഥം അസ്ഥി എന്നാണ്. അസ്ഥികളെ പൊതിയുന്നതാണ്
അസ്ഥി ഉള്ളിൽ നോക്കുകയാണ്, ഇത് അസ്ഥിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതാ പെരിയോസ്റ്റിയം പുറമേയുള്ള പാളിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ളവരൊക്കെ. ഏതൊക്കെയാണ്? അസ്ഥികളില് രക്തക്കുഴലുണ്ട്, നാഡികളുണ്ട്, ലിംഫ് വാഹികൾ, ഇതൊക്കെ കാണപ്പെടും. അതേപോലെ അസ്ഥിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ് ഏതൊക്കെ? കാൽസ്യവും ഫോസ്ഫറസും, കാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, പിന്നെ കൊളാജൻ പ്രോട്ടീൻ ഉണ്ട്, ലവണങ്ങളുണ്ട്, എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. ചിലപ്പോൾ മുന്നുള്ള ടെക്സ്റ്റിൽ കാൽസ്യം ഫോസ്ഫറസ് മാത്രമായിരിക്കാം, പിന്നെ ആഡ് ചെയ്ത വാക്കുകളാണ് കൊളാജൻ പ്രോട്ടീൻ എന്ന് പറയുന്നതും ലവണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അസ്ഥിക്ക് കാഠിന്യം നൽകുന്ന വസ്തുക്കളാണ്. ഓക്കെ, റെഡി അല്ലേ? അതേപോലെ ഇവിടെ ഒരു ടേം കൂടെ വരുന്നുണ്ട്, ഇനിയുള്ള എക്സാമുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അസ്ഥിന്റെ വളർച്ച, കേടുപാടൊക്കെ പരിഹരിക്കാൻ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന കോശങ്ങളാണ്. അപ്പൊ അസ്ഥി നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പെരി ഓസ്റ്റിയം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? അപ്പൊ കുടൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വൻകുടലിന്റെ കേസാണ് പറയുന്നത്. വൻകുടലിനുള്ളിൽ താമസിച്ച് ആവശ്യമുള്ള വിറ്റാമിൻ ഉണ്ടാക്കി തരുന്ന ബാക്ടീരിയ ആരാ? കുടൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കെ കിട്ടും എന്ന് പറഞ്ഞ് ഓർമ്മിച്ച് വെക്കാറുണ്ട് അല്ലെ. കെ, വിറ്റാമിൻ കെ ആണ് ആൻസർ. വിറ്റാമിൻ കെ ആണ് ആൻസർ. ഇവിടെ എന്തായാലും കൺഫ്യൂഷന്റെ ചാൻസ് ഇല്ല, കാരണം വിറ്റാമിൻ ബി കോംപ്ലക്സ് ഒക്കെ പറയുകയാണെങ്കിൽ അതും ശരിയുത്തരാണ്. ഇനി ബി വന്നാൽ പോലും PSC ക്യാൻസർ ഇത്രയും കാലം വിറ്റാമിൻ കെ തന്നെയാണ്, വിറ്റാമിൻ കെക്ക് തന്നെയാണ് പ്രാധാന്യം. എന്നാലും നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് കൊടുത്ത കാര്യം മനസ്സിലാക്കണം. വൻകുടൽ എന്ന് പറയുന്ന ഭാഗത്ത് 9ാം ക്ലാസ്സിന്റെ SCRT ചാപ്റ്ററിലുണ്ട്, ദഹനവുമായിട്ട് ബന്ധപ്പെട്ട പാഠത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാ അവിടെ കൊടുത്തു കാണാം. വൻകുടലിലുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? പഴയ ടെക്സ്റ്റിൽ ഉണ്ട് ഇത്, പക്ഷെ അവിടെ വിറ്റാമിൻ കെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പുതിയത് വന്നപ്പോൾ കെന്റെ കൂടെ വിറ്റാമിൻ ബി കോംപ്ലക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ശരിയാണ്. എന്നാലും ഇത്രയും കാലം എങ്ങനെ വന്നാലും കെ മാത്രമാണ് ആൻസർ. ഇനിയിപ്പോൾ രണ്ടും ചോദിക്കാം, എന്നിട്ട് രണ്ടും സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബി കോംപ്ലക്സ് കണ്ടാലും ശരിയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, വേഗം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? അപ്പോൾ കുറേ നമ്മൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പനിക്ക് യെല്ലോ ഫീവർ എന്നാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ യെല്ലോ ഫീവർ എന്നാണ് വരിക അല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ കാരണം എന്താണ്? രോഗകാരി ചോദിച്ചാൽ വൈറസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ പറയാണ് ഡെങ്കിപ്പനി ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ മഞ്ഞപ്പനി കണ്ടു, അതേപോലെ ചിക്കൻ ഗുനിയ അല്ലെ, ചിക്കൻ ഗുനിയ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എല്ലാ പനിക്ക് എന്ത് തന്നെയാണ് കാരണം? വൈറസ് ആണ് കാരണം. ഡെങ്കി ചോദിച്ചാലും ചിക്കൻ ഗുനിയ ചോദിച്ചാലും ഒക്കെ വൈറസ് ആണ്. അപ്പൊ അതിന്റെ കൂടെ മഞ്ഞപ്പനീനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മതി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ഇതിനൊക്കെ കാരണം വൈറസ് ആണ്. ഇതിനൊക്കെ കൊതുകുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. കൊതുക് എന്താണ്? വാഹകരാണ്, വെക്ടേഴ്സ് ആയിട്ടാണ് കൊതുക്. ഒരാളിൽ വന്ന രോഗം ആ വൈറസിനെ മറ്റൊരാളിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ആളാണ് ഇത് വാഹകർ, വെക്ടേഴ്സ്. അതാരാ? കൊതുകാണ്. ഏത് കൊതുകിനെയാണ് നമ്മൾ പറയാ? ഈഡിസ് ഈജിപ്തി ആണ്. ഓക്കെ, ഏതാണ്? ഈഡിസ് ഈജിപ്തി ആണ് കൊതുക് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇതിനൊക്കെ കാരണം ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ ആണെങ്കിലും മഞ്ഞപ്പനി ആണെങ്കിലും ഒക്കെ ഏതാണ്? ഈഡിസ് ഈജിപ്തി ആണ് വാഹകരായിട്ടുള്ള കൊതുക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മറക്കരുത്. മലയിൽ ആന ഉണ്ടാവും, അനോഫിലസ് അല്ലെ. അതേപോലെ മന്ത് രോഗം, മന്ത് വന്നാൽ കാല് കൊണ്ട് ക്യൂ നിൽക്കാൻ പറ്റൂല, അപ്പൊ ക്യൂലെക്സ് കൊതുക്. അപ്പൊ അവിടെ കൊതുകിൽ വ്യത്യാസമുണ്ട്, ഇത് ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക. ആൻസർ എന്താ? വൈറസ് ആണ്. അപ്പൊ ഇതിൽ ഈ അടുത്ത് നടന്ന എക്സാമിന്റെ ഞാൻ പറഞ്ഞു 10th പ്രിലിംസ് ചോദിച്ചതാണ്, കാറ്റഗറി നമ്പർ ആണ് നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ആ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നോക്കിയേ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്താണ്? മെയ് 23 പ്രാധാന്യം. മെയ് 22 ഒരു പ്രാധാന്യം ശരിക്കും പരിസ്ഥിതിയിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. അതെന്താ? ജൈവ വൈവിധ്യ ദിനമാണ്. ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22 എന്ന് പറഞ്ഞാൽ. മെയ് 22 ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമാർന്നിട്ടുള്ള ജീവികളും ഒക്കെ ഉണ്ടാവുന്നല്ലേ. അപ്പൊ ഈ കൂട്ടത്തില് തൊട്ടടുത്ത ദിവസം മെയ് 23 വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കാം. ഈ കൂട്ടത്തിൽ ജീവി ഉണ്ടോ? കടലാമയുണ്ട് അല്ലെ, ടർട്ടിലുണ്ട്. കടലാമ, ലോക കടലാമ ദിനമാണ്. ചിലപ്പോൾ ഇത് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പ്രയാസമായിപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ എന്തായാലും പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം June 5 അല്ലെ. June 5 പരിസ്ഥിതി ദിനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതേപോലെ ലോക ജലദിനവും കണ്ടൽ ദിനമാണോ അതേപോലെ കടലാമ ദിനമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. കണ്ടൽ ദിനം എത്രയാണ്? July 26 ആണ്. ഓക്കെ, July 26 ആണ്. ലോക ജലദിനം, ജലദിനം പറയുമ്പോൾ നമ്മൾ സ്ഥിരം എന്താണ്? വനജയുടെ കാലില് ക്ഷയം അല്ലെ, എങ്ങനെയാണ് ആലോചിച്ച് വെക്കാറ്? വനജ പറയുമ്പോൾ എന്താ? വനദിനമാണ്. ഇനി വനദിനം കഴിഞ്ഞാൽ ജ പറയുമ്പം അതാണ് ജലദിനം.
കാലിൽ പറയുമ്പോൾ കാലാവസ്ഥയാണ് അല്ലേ, കാലാവസ്ഥയാണ്. ക്ഷയം പറയുമ്പോൾ ക്ഷയദിനമാണ്. അതിന്റെ കോഡാണ് നമ്മൾ കണ്ടത്, ആരോ പണ്ടേ ഉണ്ടാക്കിയ കോഡാണ്, വനജയുടെ കാലിൽ ക്ഷയം. അപ്പൊ വനദിനം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് കോഡ് ഇത് പഠിച്ചോണ്ടായില്ല. അപ്പൊ ഇവിടെ ഡേറ്റ് കൊടുക്കാൻ പറ്റണം. ഇത് മാർച്ച് 21 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് മാർച്ച് 22 വരും, കാലാവസ്ഥ 23 വരും, ക്ഷയദിനം മാർച്ച് 24 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ജലല്ലേ ചോദിച്ചേ, അപ്പൊ അത് എത്ര വേണ്ടേ, മാർച്ച് 22 ആണ് വരും, 22. അപ്പൊ അത് മെയിൽ വരുന്നില്ല. അപ്പൊ ബാക്കി ഇതിനെടുക്കാം. ബാക്കി 3 അറിയുന്ന ഒരാൾക്ക് കിട്ടിക്കാണും, അല്ലാത്തവർ കണ്ടൽ ദിനമാണോ കടലാമയാണോ എന്ന് വിചാരിച്ച് കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വന്നാൽ തെറ്റിക്കാതിരിക്കുക കേട്ടോ. ആൻസർ എന്താ, ഇതാണ് മെയ് 22 മറക്കരുത്. തൊട്ടത് മുന്നത്തെ ദിവസമാണ് ജൈവ വൈവിധ്യം. അപ്പൊ അത്രയും വൈവിധ്യമാർന്ന ഒരു ജീവിയെ ആലോചിച്ചാൽ മതി. കടലാമ ദിനം മെയ് 23. ഇനി അടുത്തത്, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഗ്ലൂക്കോമീറ്റർ, ഗ്ലൂക്കോസ് എന്തായാലും മധുരവുമായിട്ട് ബന്ധമുണ്ടാവും അല്ലെ. ഗ്ലൂക്കോസ് അല്ലേ മധുരം അല്ലേ. ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മധുരം അളക്കുന്നതാണോ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗമായിട്ട് ബന്ധപ്പെട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവുണ്ടോ എന്ന് അളക്കാനുള്ള ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. അപ്പൊ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. ആ പദ്ധതി ആർക്കാണ് അല്ലെ, പ്രായമായവർക്കാണ് കൊടുക്കുന്നത്. പ്രായമായവരെ നമ്മൾ വയോധിക അല്ലെങ്കിൽ വയോജനങ്ങൾ പറയും. ഇപ്പൊ വയോ എന്നുള്ള വാക്കും പറയാം. ഗ്ലൂക്കോ എന്ന് പറയുമ്പോൾ എപ്പോഴും മധുരമുണ്ട്. രണ്ടും കൂടെ ചേർത്താൽ നോക്കുമ്പോൾ കുറേ വയോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മധുരം ആലോചിക്കുക. ഗ്ലൂക്കോമീറ്റർ ആണെങ്കിൽ മധുരം, വയോ മധുരം. ആൻസർ എന്താ വരിക, മയോ മധുരമാണ്, വയോ മധുരം. ഇനി മിഠായി ചോദിക്കാറുണ്ട്. മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് കുട്ടികളെ കേസിലാണ്. ഓക്കെ, കുട്ടികളിൽ പ്രമേഹം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടുള്ള അതിന്റെ ചികിത്സയ്ക്കുള്ള പദ്ധതിയാണ്. അത് ഏതാണ്, ടൈപ്പ് 1 പ്രമേഹം പോലെ, കുട്ടികളിൽ ഉണ്ടാവുന്ന ടൈപ്പ് 1 പ്രമേഹം പോലത്തെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറഞ്ഞത്. അതും മധുരമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കാം. ഓക്കെ, റെഡി. ഇനി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് ചോദിച്ചത്. കുറെ ജൈവ വൈവിധ്യമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. പരിസ്ഥിതി ടോപ്പിക്കാണ്. ആസ്ഥാനം എവിടെയാ? അപ്പൊ എന്തായാലും എന്തിന്റെയൊക്കെ ആസ്ഥാനം പറയുമ്പോൾ അധികത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മളെ മെയിൻ സ്ഥലത്ത് തന്നെയാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞത്. ഓക്കെ, നേരത്തെ ഏതായിരുന്നു? കടലാമ ദിനമാണ് അല്ലെ ചോദിച്ചത്. കടലാമ ദിനമാണ് ചോദിച്ചത്. ഏതാണ്? മെയ് 23 മറക്കരുത്. അതേപോലെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലുള്ള വള്ളിക്കുന്ന്, സ്ഥലം കേട്ടിട്ടുണ്ടാവല്ലോ, വള്ളിക്കുന്ന് അല്ലെ. വള്ളിക്കുന്നിലുള്ള മുതിയം കടൽപ്പുറത്താണ് എന്തുള്ളത്, കടലാമയെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കടലാമയെ സംരക്ഷിക്കുന്നു എന്ന് ഓർമ്മിക്കുക. ഇത് നമ്മളെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, SCERT ടെക്സ്റ്റ് ബുക്കിൽ ജീവികളെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട് മുതിയം കടൽപ്പുറത്ത് കടലാമയെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. റെഡി, ക്ലിയർ. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറാണ്? ഓൾറെഡി നമ്മൾ എപ്പോഴും അറിയുന്ന സാധനമാണ് കാർഡിയോളജി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അല്ലെ. കാർഡിയോളജി എന്താണ്? ഹൃദയം. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയമാണ്. അപ്പൊ കണ്ണിന്റെ പഠനം അപ്പൊ എന്താ പറയാ? ഒഫ്താൽമോളജി എന്നതാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് പറയാ. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ നമ്മളെ മസ്തിഷ്കത്തിലാണ് നമ്മൾ നോളജ് എന്ത് കിട്ടിയാലും ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഫ്രീ നോളജി എന്ന് പറയുന്നതാണ് അല്ലെ. ഫ്രീ നോളജിയാണ് മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം. ചെവിയാണെങ്കിൽ എന്താ? ചെവിയിലാണ് നമ്മൾ എന്തും പറയുക അല്ലെ. അപ്പൊ കേട്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഓട്ടോളജി. ഓക്കെ, ഓട്ടോളജി അല്ലെ. ചെവിക്ക് 2 ഓട്ടയല്ലേ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ മൂക്കാണെങ്കിലും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ചെവിക്ക് ഓട്ടോളജി ആണ്. ഇനി മൂക്കാണെങ്കിൽ എന്താ പറയാ? മൂക്കിനെ പറ്റി എന്താ പറയുന്നത്? അതിന് റൈനോളജി എന്നാണ് പറയാ കേട്ടോ. റൈനോളജി എന്നാണ് പറയാ. ഇനി ശ്വാസകോശാണെങ്കിലോ? ശ്വാസകോശാണെങ്കിൽ പൾമണോളജി എന്നാണ് പറയാം. പൾമണോളജി എന്നാണ് പറയാം. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ എല്ലാ പഠനവും ഓർത്ത് വെക്കുക. അത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്ന വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. റെഡി, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ എടുത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയെടുത്തത്. ഓക്കെയാണ്, നിങ്ങൾക്ക് ക്ലിയർ ആണ്, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായാലും ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി Xylem PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിർബന്ധമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.